നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, കുറഞ്ഞ സമയം മാത്രം മതി. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം സവാള ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ സവാളയുടെ ഒരു പകുതിയൊക്കെ മതിയാവും. കുറഞ്ഞ അളവിലാണ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതുമാണ്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മുട്ട ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കിയിട്ട് എടുക്കാം. മുട്ട ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് ലൂസായിട്ട് പോവുകയും വേണ്ട, എന്നാൽ ഓവറായിട്ട് കട്ടിയായിട്ട് പോവുകയും വേണ്ട. അപ്പോൾ പാകത്തിന് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കായപ്പൊടി കൂടി പോവേണ്ട. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ സ്നാക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തവി എടുത്തിട്ട് ആദ്യം എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു തവിയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയിലിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ എണ്ണ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം തവിയിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഒരു സമയം തന്നെ 2-3 ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തവി എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ തവിയിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. മാവ് ഒഴിച്ചതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണക്കൊന്ന് ആക്കി കൊടുത്തിട്ട് തവിയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കുകയും ചെയ്യാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് സ്നാക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ മതിയാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.